So guys, we are 3 degree അല്ലേ? ചുമ്മാ ലോഫറിംഗ് ആണ്. പക്ഷെ ഇവിടെ 3 ഡിഗ്രി ആണ് അല്ലേ? 3 ഡിഗ്രി തണുപ്പിൽ. ഇല്ലടാ, ഞങ്ങൾ ചൂട് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് ഊതാ, അപ്പൊ പുക കാണും. സോ നമ്മൾ 3 ഡിഗ്രിക്കകത്ത് ഇങ്ങനെ നടക്കാം. ഞാൻ വിചാരിച്ചു ചുമ്മാ ലോഫറിങ് ചെയ്യുന്ന വീഡിയോ എടുക്കാന്ന്. ബിക്കോസ് ഇറ്റ്സ് ബീങ് എ ലോങ് ടൈം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അല്ലേ? ചേച്ചി ഷിഫ്റ്റിലാണ് സത്യം. അതുകൊണ്ടാണ്. സോ നമ്മളിപ്പോ 95 പെൻസിന് ഒരു എന്താണ് റിംഗ് ഡോണറ്റ് വാങ്ങിച്ചു. അത് സത്യം പറഞ്ഞ പിച്ചച്ചട്ടി കയറ്റ് പറഞ്ഞ പോലെ ഉണ്ട്. എന്റെ കയ്യിൽ കുറെ പെൻസ് ഉണ്ടായിരുന്നു. അത് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മില്ലേഴ്സിൽ നിക്ഷേപിച്ചു. നമ്മൾ ഡോൺ മില്ലേഴ്സിൽ ആ 95 പെൻസ് കൊണ്ട് നിക്ഷേപിച്ചു. എന്തൊരാശ്വാസം. അല്ലെങ്കിൽ ആ ബാഗ് കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനി നമ്മളെങ്ങോട്ടാ പോണേ? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ എല്ലാമായ മക്ഡൊണാൾഡ്സിലേക്ക് പോവാൻ. നമ്മുടെ നാട്ടിലത് പാവപ്പെട്ടവന്റെ അല്ല, ഇവിടെ പാവപ്പെട്ടവന്റെ എല്ലാമാണ് മക്ഡൊണാൾഡ്സ്. സ്റ്റാർബക്സ് ഒന്നും നമ്മൾ കേറത്തേയില്ല. പക്ഷെ ഞങ്ങളുടെ കോളേജ് സ്റ്റാർബക്സ് ആട്ടോ. അതെ അതെ, അതിന്റെ കുറെ ബോട്ടിലൊക്കെ കാണാറുണ്ട്. എന്തിന്റെ കൂടെ ബോട്ടിൽ? സ്റ്റാർബക്സിൽ. ആക്ച്വലി സ്റ്റാർബക്സ് അല്ല അത്ര. പറഞ്ഞു അതിനാനൊക്കെ അങ്ങനെ പലതും പറയും. അത് സ്റ്റാർബക്സ് ആണ് ഗൈസ്. അതിനാനൊക്കെ ചുമ്മാ തള്ളി പറയുന്നത് എല്ലാത്തിന്റെ സ്റ്റാർബക്സ്. പിന്നെ സ്റ്റാർബക്സിന്റെ ബോർഡ് വെച്ചിട്ട് പിന്നെ മണമൊക്കെ സ്റ്റാർബക്സ് ഇതല്ലേ? ഇത് നമ്മളെത്തി ഗൈസ്. അതെ, ചവിട്ടിച്ചെന്നുണ്ടല്ലോ. 3 ഡിഗ്രി മനസ്സിൽ തണുത്തിട്ടയ്യ. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കുറച്ച് അഹങ്കരിക്കാമെന്ന് കരുതി. വീട്ടിലൊക്കെ അറിയും പണിയെടുക്കുന്ന പിള്ളേരാ ഗൈസ്. ഓ ഷെറ്റ്. ഹലോ, കുറച്ച് അഹങ്കാരമൊക്കെ ആയിക്കൂടെ? ഐ മീൻ പട്ടിപ്പണി എടുക്കുന്ന ആൾക്കാരാ. എനിക്കിതുവരെ സാലറി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ മഗ്ഡിന്ന് മാറി KFC പോകാമെന്ന് വിചാരിക്കുന്നു. യെസ്, എവറിത്തിങ് ബാക്ക് ഇൻ KFC. ഞങ്ങൾ കുറച്ച് അഹങ്കരിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു ഫ്രം മക്ഡൊണാൾഡ്സ് ടു KFC. So after long time അല്ലല്ലോ, ഫസ്റ്റ് ടൈം KFC in UK. അതും ഇറ്റ്സ് സ്പോൺസർഡ് ബൈ അനാമിക സിദ്ധാർത്ഥ്. So guys, this is what happens. ഞങ്ങൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം അല്ല, ഫോർ ദ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ നമ്മുടെ ഈ ടൗൺ സെന്റർ മാത്രം. പക്ഷെ ഇതൊക്കെയാണ് സംഭവിച്ചത്. എന്താ ചെയ്യാനാ, ഇവക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് വിളിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇന്റർചേഞ്ചിൽ എത്തണം. മേഘയ്ക്ക് പെട്ടെന്ന് കോളേജിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ഒന്ന് ആഗ്രഹിച്ച് ഒന്ന് കറങ്ങാനായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം നിന്ന സമയം കുട്ടി പാളിസായി. ഇനി എന്ന് അറിയില്ല, ഇനി പോയി പണിയെടുക്കാം, അത്ര തന്നെ. ഇതാണ് ഇപ്പൊ നടക്കുന്ന സംഭവം. ദിസ് ഇസ് ദ റിയാലിറ്റി ഹിറ്റ്സ് ഹാർഡ്. പക്ഷേ ഈ ഒരു റിയാലിറ്റി ഇത് എന്താ പറയുക, 1 വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വർഷം കഴിയുമ്പം ഞങ്ങൾ സെറ്റാ. ഈ 1 വർഷം, അതായത് സ്റ്റുഡന്റ് ഞാൻ വീട്ടിൽ പോകും. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാനോടാ. അവള് വീട്ടിലൊന്നും പോകത്തില്ല. ഈ 1 വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു റിയാലിറ്റി. ഈ ഒരു സ്റ്റുഡന്റ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊളിക്കും. അല്ലേടി? പൊളിക്കും ഗൈസ്. അല്ല പിന്നെ ഞങ്ങൾ അൽബേനിയയിലോട്ടൊക്കെ പോകും. മേഘ നോക്കണേ ഇല്ല.
എനിക്കതാന്ന് എനിക്ക് മനസ്സിലായി. Oh, you want to make me angry, so now everyone's having an issue. Right? Just leave me out of it. ചെറുതായിട്ട് വന്നു. Because you know you're. സോ ഗായ്സ്, എല്ലാവരും പോയി അറ്റ് ലാസ്റ്റ്. ആസ് യൂഷ്വൽ only me. സത്യം പറഞ്ഞ ഇപ്പോൾ ഐ എം ഗെറ്റിംഗ് മോർ ടൈം എന്നെ മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ. ഐ എം ഇനഫ്, ഐ തിങ്ക്. ഇങ്ങോട്ട് വന്നതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് അതാ. കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടി. എന്തിലൂടെയൊക്കെ നടന്നു പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നത് എബ്രോഡിലേക്ക് വരുന്ന എല്ലാവർക്കും ഉള്ള ഒരേ ഒരു പ്ലസ് പോയിൻ്റാണ്. നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒരാൾ, ഞാനൊക്കെ ഒരുപാട് സ്ഥലത്ത് ആൾക്കാരൊക്കെ കുറേ പുച്ഛിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് ഐ നെവർ തോട്ട്. അത് മാത്രമല്ല, എൻ്റെ വീട്ടുകാരും വിചാരിച്ചിട്ടുണ്ടാവില്ല, എന്നെ അറിയാവുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഐ മീൻ, എന്നെ അറിയാവുന്ന മീൻസ് മൈ റിലേറ്റീവ്സ്. ഐ വിൽ ബി ഹിയർ ഒറ്റയ്ക്ക് ആൻഡ് ഐ വിൽ സർവൈവ്. ആ കാണുന്നതാണ് ലൂട്ടൺ സിറ്റി. നമ്മൾ അവിടെ നിന്ന് ഈ മല കയറി നടന്നു വന്നതാണ്. ഹലോ. അങ്ങനെ തണുത്ത് മരവിച്ച ഒരു ലോങ് വാക്കിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവള് ഷെഫ്റ്റിന് പോയി. സംഭവം ഞാൻ നെഗറ്റീവ് അടുപ്പിക്കുന്നതൊന്നുമല്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഐ മീൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഈ ഒരു വർഷം മാത്രം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഫുൾ ടൈമറൊക്കെ ആവും. പിന്നെ നമുക്ക് PSWൻ്റെ സമയത്ത് കഷ്ടപ്പെടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ കിട്ടും. അല്ലാതെ വേറെ വലിയ സീനൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം. അത് കഴിയുമ്പോൾ നമ്മളെല്ലാം സെറ്റാണ്. ഓക്കെ, ശരി എന്നാൽ സ്റ്റേ ട്യൂൺഡ്. ബൈ.